യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആ വിഷയം ക്രിസ്തീയ ആരാധനയുടെ അതുല്യത, ദ യുണീക്നെസ് ഓഫ് ക്രിസ്ത്യൻ വർഷിപ്പ്. ക്രിസ്തീയ ആരാധന മറ്റുള്ള ആരാധനകളിൽ നിന്നെല്ലാം തുലോം വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ അതിന് പുതിയ നിയമത്തിൽ നിന്നുള്ള പ്രാധാന്യതയാണ് നാം പ്രധാനമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിലെ ആരാധന പല മാതിരി ഉണ്ടായിരുന്നു. ഏതാണ്ട് 5 വിധ യാഗങ്ങൾ അവർ അർപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആരാധനയിൽ ശരീരമൊക്കെ ചലിപ്പിച്ച് ഉല്ലസിച്ച് ഘോഷിച്ച് തുള്ളിച്ചാടിയൊക്കെ ആരാധിക്കുന്ന ആരാധന പഴയ നിയമകാലത്തുണ്ടായിരുന്നു. വിശേഷിയ 150-ാം സങ്കീർത്തനത്തിൽ 6 വാക്യങ്ങളുണ്ട്. 12 പ്രാവശ്യം ദൈവത്തെ എങ്ങനെ സ്തുതിക്കണമെന്ന് അതിൽ വിവരിക്കുകയാണ്. സംഗീതത്തോടെ അവനെ സ്തുതിപ്പീൻ, സ്തോത്രത്തോടെ അവനെ സ്തുതിപ്പീൻ, നൃത്തത്തോടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ച നാദമുള്ള കൈത്താളങ്ങളോടുകൂടെ അവനെ സ്തുതിപ്പീൻ. ദാവീദ് രാജാവൊക്കെ പെട്ടകത്തിന് മുമ്പാകെ തന്നെ മറന്ന് ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. ഇന്നും ആരാധനയിൽ ഈ വിധ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ്. ദൈവം ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ നമുക്ക് ആ നിലയിൽ ആരാധിക്കാൻ കഴിയും. പക്ഷേ പുതിയ നിയമത്തിൽ നാം എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്ന ചില ചിന്തകൾ നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ആരാധനയുടെ ഒന്നാമത്തെ യോഗ്യത സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. എന്നിട്ട് ദൈവത്തിന്റെ ഒരു ആഗ്രഹം ദൈവത്തോട് പറയുകയാണ്. നാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് അവിടെ എടുത്തു പറയുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ ഉള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഇനി അതിന്റെ പൂർണ്ണതയിൽ വരാനിരിക്കുന്നു. നിത്യതയിലാണ് അതിന്റെ പൂർണ്ണതയിൽ ആരാധന വരാൻ പോകുന്നത്. അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും, അവർ അവനെ ആരാധിക്കും. അത് നിത്യതയിലാണ്. ശമര്യക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വചനമാണിത്. ശമര്യക്കാരി സ്ത്രീക്ക് ആദ്യം യേശുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നീ എന്ന് വിളിക്കുന്നുണ്ട്, പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്, പിന്നീട് യേശു എന്ന് പറയുന്നുണ്ട്, കർത്താവ് എന്ന് പറയുന്നുണ്ട്. അവസാനമാണ് അവൾ കർത്താവിനെ ശരിയായി മനസ്സിലാക്കുന്നത്. എന്നിട്ട് അവൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ ആ മലയിൽ ആരാധിക്കുന്നു, യെരുശലേമിൽ ആരാധിക്കുന്നു. ഇസ്രായേലിലെ 2 മലകൾ, ഒരു മലയിൽ നിന്നുകൊണ്ട് ശാപം വിളിച്ചു പറയണമെന്നും മറ്റൊരു മലയിൽ നിന്നുകൊണ്ട് അനുഗ്രഹം വിളിച്ചു പറയണമെന്നും പഴയ നിയമത്തിൽ ഒരു നിഷ്കർഷയുണ്ട്. യബാൽ പർവ്വതത്തിലും ഗെരസീൻ മലയിലും നിന്നുകൊണ്ട് ആരാധന അവർ നടത്തിപ്പോന്നിരുന്നു. ആദ്യകാലത്ത് ഇസ്രായേൽ ഒന്നായിരുന്നെങ്കിലും പിന്നീട് അത് 2ആയി വിഭജിക്കപ്പെട്ടു. യഹൂദ്യയിലുള്ളവർ യെരുശലേമിൽ ആരാധന നടത്തി, ബാക്കി 10 ഗോത്രങ്ങൾ ശമരിയിൽ ആരാധന നടത്തി പോന്നു. ആരാധിക്കുന്ന സ്ഥലത്തിന്റെ സവിശേഷത വ്യക്തമാക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാർ തൊട്ട് ആരാധിച്ചു വരുന്ന ആരാധനയുടെ പാരമ്പര്യവും പറയാനാണ് അവൾ ശ്രമിക്കുന്നത്. എന്നാൽ യേശു അവളെ ആരാധിക്കുന്ന സ്ഥലത്തിനോ അതിന്റെ പരമ്പരാഗതമായ പൂർവികതയ്ക്കോ അല്ല പ്രാധാന്യതയുള്ളത്. യേശു ആരാധനയെ കുറിച്ച് മറ്റൊരു മാനം
അവളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ നാം ആരാധിക്കുന്നു. എന്നാൽ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള നമുക്ക് എല്ലാ യോഗ്യതകളും ലഭിച്ചത് യേശു ക്രിസ്തു മുഖാന്തരമാണ്. യേശുവിന്റെ കെയർ ഓഫിലാണ്. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു വിശദീകരണം പൗലോസ് പറയുന്നു, പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ആരാധനയിൽ നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ മനസ്സ് മാത്രമല്ല, നമ്മുടെ ആത്മാവും അതിൽ പങ്കുചേരണം. സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവനോ എന്നിലും ബലമേറിയവനാകുന്നു, അവൻ നിങ്ങളെ ആത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. വെള്ളത്തിൽ ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു, സമ്പൂർണമായി നിങ്ങളെ നിമജ്ഞനമാക്കുന്നു. പക്ഷെ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ ഇവിടുത്തെ അക്ഷരീകമായ വെള്ളത്തിലല്ല, സമ്പൂർണമായി വെള്ളത്തിൽ നിങ്ങൾ നിമജ്ഞനമാകുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിൽ അവൻ നിങ്ങളെ നിമഗ്നമാക്കും. രണ്ടാമത്തെ ആരാധനയുടെ വ്യവസ്ഥ ലൂക്കോസിന്റെ സുവിശേഷം 1:74 വാക്യമാണ്. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന്. അപ്പോൾ ആയുഷ്കാലമൊക്കെയും നാം ദൈവത്തെ ആരാധിക്കും, വിശുദ്ധിയിൽ ആരാധിക്കും, നീതിയിൽ ആരാധിക്കും. വിശുദ്ധിയിലും നീതിയിലുമുള്ള ആരാധനയുടെ പ്രത്യേകത ഭയരഹിതമായ ആരാധനയായിരിക്കും. പഴയ നിയമത്തിലെ ആരാധന ഭയത്തോടുകൂടി ആരാധനയായിരുന്നു. മോശ ഇറങ്ങി വരുമ്പോൾ ആളുകൾ പേടിച്ചരണ്ടിട്ട് പറയാം, നീ ഞങ്ങളോട് സംസാരിക്കരുത്, നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് പേടിയാവുന്നു, മുഖത്ത് ഒരു തൂവാല ഇട്ട് മറച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുക. ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവിടെ ഭയങ്കര ശബ്ദമുണ്ടാകുന്നു, കാഹളധ്വനി ഉറച്ചുറച്ചു വരുന്നു, പർവ്വതങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നു. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം, മേഘം, അന്ധകാരം, കൂരിരുട്ട് എന്നിവയുടെ അടുക്കൽ അല്ലല്ലോ നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷേ പണ്ട് ആളുകൾ വന്നത് അങ്ങനെ സ്ഥൂലമായ തീ കത്തുന്ന അങ്ങനത്തെ ഒരു ഭീതിജനകമായ ദർശനമായിരുന്നു. അവിടെ ആരാധനയ്ക്ക് വരുന്നവൻ പേടിയോടുകൂടിയാണ് ആരാധിച്ചത്. എന്നാൽ യേശു ക്രിസ്തു മൂലം നാം നമ്മെ വിശുദ്ധീകരിച്ചതിനാൽ, അവന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടതിനാൽ ഇന്ന് നാം ദൈവത്തെ ഭയത്തോടുകൂടിയല്ല ആരാധിക്കുന്നത്. അപ്പാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകിയിരിക്കുക. ഭയം കൂടാതെ തിരുമുമ്പിൽ ദൈവത്തെ ആരാധിക്കുക. പഴയ നിയമത്തിലെ ആരാധനയിൽ ആളുകൾ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? പിതാക്കന്മാരുടെ കെയർ ഓഫിലായിരുന്നു. ഏലിയാവിന്റെ ദൈവമേ, അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, വേറൊരാളുടെ കെയർ ഓഫിലാണ് വിളിച്ചിരുന്നത്. എന്റെ ദൈവമേ എന്ന് വിളിക്കാൻ അവർക്ക് പലപ്പോഴും പ്രാഗൽഭ്യം കിട്ടിയില്ല. എന്നാൽ യേശു ക്രിസ്തു നമ്മെ വിശുദ്ധീകരിച്ചതിനാൽ ഭയം കൂടാതെ തിരുസന്നിധിയിലേക്ക് കയറി ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പുത്രത്വം അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. പഴയ നിയമത്തിലെ ആരാധന പലതും ലിഖിതമായിരുന്നു, എഴുതി വെച്ചത് വായിക്കുന്ന രീതിയായിരുന്നു. ഇന്നും അങ്ങനത്തെ ആരാധനയുണ്ട്. പക്ഷേ അപ്പന്റെ അടുക്കൽ ഒരു കൊച്ചിന് ചെന്നിട്ട് ഹലോ മിസ്റ്റർ പപ്പ എന്നൊക്കെ പറഞ്ഞ് സാഹിത്യം ഒന്നും പറയേണ്ടതില്ല, എഴുതി വെച്ച രൂപത്തിൽ അവതരിപ്പിക്കടാ എന്ന് പറഞ്ഞ് ശഠിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഒരു കുഞ്ഞ് അവന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് പപ്പ എന്ന് പറഞ്ഞ് അവൻ അറിയാവുന്ന കുഞ്ഞിക്കുറുങ്ങിയ വാക്കുകൾ കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ എഴുതി വെച്ച ഒരു പ്രാർത്ഥനാ സമ്പ്രദായമല്ല. ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കിലേക്ക് കയറി ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഉതകുന്ന പുത്രത്വം, അതിനുള്ള പ്രാഗൽഭ്യത യേശു ക്രിസ്തു മൂലം നമുക്ക് ലഭിക്കുക. പഴയ നിയമത്തിൽ ആണ്ടിലൊരിക്കൽ
മഹാപുരോഹിതന് മാത്രം, അതും സ്വന്തം പാപങ്ങൾക്കായും ജനത്തിന്റെ പാപങ്ങൾക്കായും യാഗമർപ്പിച്ചിട്ട് മാത്രമേ ആലയത്തിലെ 3-ാം മുറി എന്ന് പറയുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് പോകാൻ പദവി ഉണ്ടായിരുന്നുള്ളൂ, അവസരമുണ്ടായിരുന്നുള്ളൂ. ഭയത്തോടുകൂടി ആരാധന. എന്നാൽ എബ്രായ ലേഖനം 4:16 നമുക്ക് കാണാതറിയാം അല്ലേ? അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുക്കിലേക്ക് ചെല്ലുക. ഏത് സ്ഥലത്തിരുന്നും കൊണ്ടും നിനക്ക് ദൈവത്തെ, ആ ദൈവ സാന്നിധ്യത്തെ തൊട്ടുരുമിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്തും നിനക്ക് ആ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് കയറി ചെല്ലാൻ കഴിയും. വർഷത്തിൽ ഒരിക്കലെന്ന് പറഞ്ഞ് നോക്കി നിൽക്കേണ്ടതില്ല. പുരോഹിതൻ പോവട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കേണ്ടതില്ല. എന്തിനേറെ പ്രാകാരം എന്ന് പറയുന്ന 150 അടി നീളവും 75 അടി വീതിയുമുള്ള ഒരു തിരുമുറ്റമുണ്ട്. അതിനകത്ത് വന്നാലും ആളുകൾ അവരവർക്കായി സംവരണം ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് നിന്ന് പോന്നിരുന്നത്. പുറജാതികളുടെ പ്രാകാരം, കുട്ടികളുടെ പ്രാകാരം, യഹൂദന്റെ പ്രാകാരം, പുരോഹിതന്മാരുടെ പ്രാകാരം, അവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. മഹാപുരോഹിതന് മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് പോകാൻ പദവിയും അവസരവുമുള്ളൂ. ഇനിയും പോകട്ടെ, ഈ പ്രാകാരത്തിൽ നിൽക്കുന്ന മനുഷ്യൻ അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും അവിടെ ഇരിക്കുന്ന കൃപാസനം ഒന്ന് കാണാൻ കൊതിയുണ്ടായിരുന്നു. പറ്റത്തില്ല. കാരണം നീലനൂൽ, ധൂമ്രനൂൽ, പിരിച്ച പഞ്ഞിനൂൽ, ചുവപ്പ് നൂൽ എന്നിങ്ങനെ 4 വിധം നൂലുകൾ ചിത്രപ്പണിയായ 1.5 ഇഞ്ച് കനത്തിൽ ആമേൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കട്ടിയുള്ള കർട്ടൻ അവിടെ തൂക്കിയിട്ടിരുന്നു. എന്നാൽ യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഈ ദേവാലയത്തിന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരെ കുരിശിൽ കിടന്നുകൊണ്ട് സകലവും നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ തിരശീല മുകൾ മുതൽ താഴെ വരെ 2ആയി മുറിഞ്ഞു മാറി. അതിന്റെ അർത്ഥം വേദപുസ്തകത്തിൽ പറയുന്നത് കേൾക്കണമോ? അവൻ തന്റെ ദേഹം എന്ന തിരശീലയിലൂടെ നമുക്ക് ജീവനുള്ള പിതാവിങ്കിലേക്ക് ഒരു പുതുവഴി കാട്ടി തന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരവസരമാണ്. ഭയം കൂടാതെ ദൈവസന്നിധിയിൽ അടുത്തിയെന്ന് ദൈവത്തെ ആരാധിക്കാം. പുതിയ നിയമ ആരാധനയുടെ 3ാമത്തെ പ്രത്യേകത, നന്ദിയുള്ളവരായി നാം ദൈവത്തെ ആരാധിക്കണം. തിരുവെഴുത്ത് പറയുന്നത് എബ്രായ ലേഖനം 12:28 വാക്യം, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കമ്പനിയുടെ ബോസിന്റെ അടുക്കൽ, മാനേജറുടെ അടുക്കൽ അവിടുത്തെ ഒരു സ്റ്റാഫ് കയറി ചെല്ലുന്നത് എങ്ങനെയാ? വളരെ ബഹുമാനത്തോടു കൂടെയാണ്. എന്നതുപോലെ ദൈവത്തിന്റെ അടുക്കൽ എപ്പോഴും കയറി ചെല്ലാമെങ്കിലും ഭയത്തോടും ഭക്തിയോടും കൂടെ വേണം അവനെ ആരാധിക്കാൻ. നാം നന്ദിയുള്ളവരായി ദൈവത്തിന് സേവ ചെയ്യുക. നന്ദി നിറഞ്ഞ ഹൃദയം, അത് മനസ്സിലാക്കാൻ യേശുക്രിസ്തു 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിയ ഭാഗം നമുക്ക് നോക്കാം. നിങ്ങൾ ചെന്ന് നിങ്ങൾക്ക് സാക്ഷ്യത്തിനായി പുരോഹിതന്മാരോട് അറിയിക്കുക. പോകയിൽ അവർ ശുദ്ധരായി തീർന്നു. കർത്താവ് പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പോകയിൽ അവര് ശുദ്ധരായി തീർന്നു. 10 പേര് സൗഖ്യം പ്രാപിച്ചു. 10 പേരും കുഷ്ഠരോഗികളായിരുന്നു. 9 പേരും മഹാപുരോഹിതന്മാരോട് അറിയിക്കാനോ വീട്ടിൽ അറിയിക്കാനോ ഒക്കെ പോയി. പക്ഷെ അവരിൽ ഒരു ശമര്യൻ മടങ്ങി വന്ന് കർത്താവിന്റെ കാൽക്കൽ വീണ് കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവ് ചോദിച്ചു, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? ബാക്കി 9 പേരെവിടെ? ഭൂരിപക്ഷം പേരും ദൈവത്തോട് നന്ദിയില്ലാത്തവരായി തീരുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അനേകായിരങ്ങളായ അത്ഭുതങ്ങളെ ഓർക്കുമ്പോൾ, വലിയ വീര്യപ്രവർത്തികളെ ഓർക്കുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ടല്ല, അതിനെ അയവിറക്കിക്കൊണ്ട് നന്ദിയുള്ളവരായി നാം അവന് സ്തോത്രം ചെയ്യുകയാണ്. ആകയാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കും. ഇവിടുത്തെ രാജ്യങ്ങൾ ഇളകുന്നതാണ്. ഇവിടുത്തെ ഒരു മണ്ണും ഉറപ്പുള്ളതല്ല. നമ്മൾ ആറ്റിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ കാലിനടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകും എന്ന് തോന്നും. അവിടുന്ന് കയറി കരയിൽ നിന്നാ കുഴപ്പമില്ലല്ലോ എന്ന്. അല്ല, ഇവിടുത്തെ ഏത് ഭൂമിയും കുലുങ്ങുന്നതാ, ഏത് പർവ്വതവും കുലുങ്ങുന്നതാ. പാറകൾ കുലുങ്ങും, ജാതികൾ കുലുങ്ങും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീഴും. ഇതെല്ലാം ഇളക്കമുള്ളതാണ്. എന്നാൽ ഇളക്കമില്ലാത്തൊരു രാജ്യം,
ദൈവത്തിന്റെ രാജ്യം വേറൊരു ജാതിക്ക് ഏൽപ്പിക്കാത്ത രാജ്യം, വേറൊരാളും ഇവിടെ കയറി വന്ന് ആധിനിവേശനം നടത്താത്ത, ആക്രമണം അടിച്ചുവിടാത്ത ഒരു രാജ്യം. ആകയാൽ ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായ അവനെ സേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിനപ്പുറം നാം കാത്തിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, ദൈവരാജ്യം. അതിന് അവൻ നമ്മെ പ്രാപ്തരാക്കി മാറ്റിയിരിക്കുന്നു. അതൊരു ദിവസം നാം കണ്ണാലെ കാണും, ഒരു ദിവസം നാം അത് അനുഭവിക്കും. നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് അവന് നന്ദിയുള്ളവരായി സേവ ചെയ്യുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ദൈവം ചെയ്ത നന്മകൾ മറന്നു പോകുമ്പോൾ, നന്ദി ഇല്ലാത്തവരായി തീരുമ്പോൾ, ഈ വചനം നമുക്കൊരു പ്രചോദനമായി തീരട്ടെ. ആരാധന എങ്ങനെയായിരിക്കണം? 4 നല്ല മനസാക്ഷിയോടുകൂടെ നാം ദൈവത്തെ ആരാധിക്കുന്നു. 2 തിമോഥെയോസിന്റെ ലേഖനം 1:4 ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പങ്കുവയ്ക്കുകയാണ്, ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവം. ആരാധിക്കാൻ വരുന്ന ആരാധകന് ദൈവമുമ്പാകെ ഒരു പ്രാഗൽഭ്യമുള്ള മനസാക്ഷി ഉണ്ടായിരിക്കണം. 1 യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് നല്ല പ്രാഗൽഭ്യമുണ്ട്. മനസാക്ഷി, ശുദ്ധ മനസാക്ഷി. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നിർവ്യാജ സ്നേഹം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ശുദ്ധഹൃദയത്തോട് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാകുന്നു. പൗലോസ് ഇത് പങ്കുവയ്ക്കുമ്പോൾ, ഞാൻ നല്ല മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം താൻ ആ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു. ഇനി 24-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം കൊണ്ട് ഞാനത് വ്യക്തമാക്കാം. ഒരു ത്രികോണം, അതിന്റെ 3 മൂലയ്ക്കും ഓരോ കുറ്റി അടിച്ചിട്ടുണ്ട്. ആ കുറ്റി അടിച്ചേക്കുന്നോണ്ട് ഈ ത്രികോണം കറക്കിയാലും കറങ്ങൂല. എന്ത് ചെയ്യും? അതിന്റെ ആ മുന ആ കുറ്റിയിൽ വന്ന് തട്ടും. എന്നാൽ ചില വേളയില് ബലം പിടിച്ച് ആ ത്രികോണത്തെ കറക്കും. അങ്ങനെ കറക്കുമ്പോ ഈ മൂല ആ സൈഡിൽ വെച്ചിരിക്കുന്ന ആ കമ്പിയിൽ തട്ടി ബലത്തോടുകൂടെ ആയതുകൊണ്ട് ഇഞ്ഞ് കറങ്ങും. കുറെ നേരം ഇങ്ങനെ ബലത്തോടുകൂടെ പിടിച്ച് കറക്കി ഈ മുന അങ്ങ് തേയും. മുന തേഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇത് വെറുതെ കിടന്ന് കറങ്ങിക്കോളും. മനസാക്ഷി തഴമ്പിച്ചു പോവെന്ന് കേട്ടില്ലേ? അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി. ശൗൽ രാജാവ് ഒരു കാൽമടക്കത്തിന് എന്നാ വായിക്കുന്നു, ഒരു ചെറിയ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ഗുഹ ഉണ്ട്. അതിനകത്ത് കയറി കിടന്ന് പുള്ളി ഇച്ചിരി നേരം ഉറങ്ങി. ആ ഗുഹയ്ക്കകത്ത് ആരും ഇപ്പോണ്ട്? ദാവീദൊക്കെ. അപ്പോഴാ പറഞ്ഞത്, ഒറ്റ കുത്തായിട്ട് കുത്തി കൊന്നേക്കട്ടെ. ദാവീദ് എന്താ പറഞ്ഞത്? യഹോവയുടെ അഭിഷിക്തന് നേരെ കൈയെടുത്തിട്ട് ശിക്ഷ അനുഭവിക്കാതെ പോയതാരുള്ളൂ? അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ. എന്നിട്ടും ഇങ്ങനെ നിന്നെ എന്റെ കെട്ടിയായിരുന്നു, എനിക്ക് വേണേ നിന്നെ കൊല്ലാമായിരുന്നു എന്നുള്ളതിന്റെ തെളിവിന് എന്ത് ചെയ്തു? ആ വസ്ത്രത്തിന്റെ അഗ്രം ഒരിച്ചിരി മുറിച്ചെടുത്തു. പുള്ളി അറിഞ്ഞില്ല. തിരുവെഴുത്ത് വായിക്കുന്നത്, പിന്നത്തേതിൽ അവന്റെ മനസാക്ഷി അവനെ കുത്തി തുടങ്ങിയെന്ന 1 ശമൂവേൽ 24:5 വായിക്കുന്നത്. ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞത് കൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. കുറ്റബോധമുള്ളൊരു മനസ്സ്, തെറ്റുകൾ പറ്റാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല. പരിപൂർണതയുള്ള ഒരു മനുഷ്യനും ഭൂമിയിൽ ഇല്ല. തെറ്റൊന്നും പറ്റാത്ത ഒറ്റ ഒരാളെ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങളിൽ ആർക്കെന്റെ തെറ്റിനെ കുറിച്ച് എന്നെ ബോധവൽക്കരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോ ആർക്കും ഒന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ എന്റെ ജീവിതത്തിൽ നിന്ന് 10,000 കണക്കിന് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരുപക്ഷെ
നിങ്ങൾക്ക് സാധിക്കും. തെറ്റുകൾ പറ്റി. ദാവീദിന് ശൗലിന്റെ വസ്ത്രം മുറിച്ചെടുത്തതിൽ തെറ്റുപറ്റി. തിരുവെഴുത്ത് നോക്കിയേ. പിന്നത്തേതിൽ ദാവീദിന്റെ മനസാക്ഷി കുത്തിത്തുടങ്ങി. ഹൃദയത്തിൽ കുത്തലുണ്ടാകുക, ഹൃദയത്തിൽ കത്തലുണ്ടാകുക, അല്ലേ? വചനം കേട്ടിട്ട് അവരുടെ മനസ്സിൽ കുത്തുകൊണ്ടിട്ട്. സഹോദരന്മാരെ, രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അവൻ വഴിയിൽ വെച്ച് നമ്മോട് തിരുവെഴുത്ത് തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ചിലരെ കുറിച്ച് പൗലോസ് പറയുകയാണ്, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അലക്സാണ്ടറും ഹുമനിയോസും ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാകുന്നു. വിശ്വാസ കപ്പൽ തകർന്നുപോയി. എന്താ കാര്യം? നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. റോമാലേഖനം 9:1, എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിനാൽ സാക്ഷിയായിരിക്കുന്നു. എങ്ങനെ ഒരു നല്ല മനസാക്ഷി ലഭിക്കും? എബ്രായ ലേഖനം 9:14 മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന ഭസ്മം ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയോ അധികമായി ശുദ്ധീകരിക്കും. മനസാക്ഷിയിൽ ആക്ഷേപം ഭരിക്കുന്നെങ്കിൽ ഏത് മനസാക്ഷി കുത്തിനെയും ആമേൻ അനുദപിക്കുന്ന ഏത് പാപത്തെയും നീക്കിത്തരാൻ, ശുദ്ധീകരിക്കാൻ യേശു ക്രിസ്തുവിന് സാധിക്കും. ഈ മനസാക്ഷിയുടെ ശുദ്ധീകരണം എന്ന് പറയുന്ന ഭാഗം സംഭവിക്കുന്നത് പാപമേറ്റു പറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ അവൻ ശുദ്ധീകരണം പ്രാപിക്കുന്നു. അതാണ് എബ്രായർ 9:14 നമ്മൾ നേരത്തെ വായിച്ചത്. അശുദ്ധരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച കുഞ്ഞാടിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷിയിലെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികമായി ശുദ്ധീകരിക്കും. മനസാക്ഷിക്ക് ശുദ്ധീകരണം എങ്ങനെ കിട്ടും? പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയത്രേ. പുതിയ നിയമ ആരാധന എങ്ങനെ ആയിരിക്കണം എന്നുള്ള 4 വ്യവസ്ഥകളാണ് നാം ഇതുവരെ കണ്ടത്. ഇനി പുതിയ നിയമത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ചില യാഗങ്ങളെ കുറിച്ചും തിരുവെഴുത്ത് പറയുന്നുണ്ട്. ആ യാഗങ്ങളുടെ പ്രത്യേകത 1 പത്രോസ് 2:4-5 നമ്മൾ വായിക്കുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അതിന് ഒരു പദം, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുന്ന വിശുദ്ധ പുരോഹിതന്മാർ, വിശുദ്ധ പുരോഹിത വർഗം. പഴയ നിയമകാലത്ത് പുരോഹിതന്മാരുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ജോലി യാഗമർപ്പിക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ പ്രധാനപ്പെട്ട 5 യാഗങ്ങൾ ഉണ്ടായിരുന്നു. ഹോമയാഗം, അതിനെയാണ് ദഹനയാഗം എന്ന് വേറൊരു പേരിൽ വിളിക്കുന്നത്. 2 ഭോജനയാഗം, ധാന്യവും കറ്റയും വടയും ഒക്കെ നിവേദിക്കുന്ന ഒരു അനുഭവമാണ് ഭോജനയാഗം. 3 സമാധാനയാഗം, യുദ്ധത്തിനൊക്കെ ജയിച്ച് ജയം കിട്ടിക്കഴിയുമ്പോൾ അതിന് നന്ദി സൂചകമായി അർപ്പിക്കുന്ന ഒരു യാഗമാണ് സമാധാനയാഗം. അതിനെ സ്തോത്രയാഗം എന്നും വിളിക്കാറുണ്ട്. ഈ 3 യാഗങ്ങൾ വേണമെങ്കിൽ അർപ്പിച്ചാൽ മതി, നിർബന്ധമില്ല. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം അത് വോളണ്ടറി ഓഫറിംഗ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ദ കമ്പൽസറി വൺ. എന്നാൽ പാപയാഗവും അകൃത്യയാഗവും നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യമായിരുന്നു. പൗത്രോസ് പറയുകയാണ്, നിങ്ങൾ പുരോഹിതന്മാരാ. പഴയ നിയമത്തിലെ പുരോഹിതൻ അക്ഷരീക യാഗങ്ങളാണ് അർപ്പിച്ചു പോകുന്നത്. നിങ്ങൾ അർപ്പിക്കുന്നത് അക്ഷരീകമായ യാഗങ്ങളല്ല, ആത്മീയമായ യാഗങ്ങൾ ആണ് അർപ്പിക്കുന്നത്. നാം അർപ്പിക്കുന്ന ആത്മീയ യാഗങ്ങളെ കുറിച്ചാണ് പുതിയ നിയമം പറയുന്നത്. 1-ാമത്തെ യാഗം വിശ്വാസം എന്ന യാഗമാണ്. ഫിലിപ്പിയ ലേഖനം 2:17 എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ഞാൻ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ച് ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് അറിയിച്ച് അങ്ങനെ നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നവരാണ്. ഇനി നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഉറപ്പിന് വേണ്ടി വന്നാൽ എന്റെ രക്തം പോലും ഒഴിക്കേണ്ടി വന്നാലും
എനിക്കതിൽ തെല്ലും കൂസലില്ല, ആശങ്കയില്ല, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ജീവിതത്തിന്റെ ഒടുവിൽ നീറോ ചക്രവർത്തി കൊല്ലുന്നതിന് മുമ്പ് താൻ പറയുന്നത്, ഞാനോ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. ചില യാഗങ്ങളുടെ മുകളിൽ യാഗത്തിന് തുടങ്ങുന്നതിന് മുമ്പ് സുഗന്ധക്കൂട്ടൊഴിക്കുമായിരുന്നു, എണ്ണയൊക്കെ ഒഴിക്കുമായിരുന്നു. അത് പാനീയ ബലിയാണ്. മാംസബലിയുടെ മീതെ പാനീയ ബലി ഒഴിക്കുക. പൗലോസ് പറയുന്നത്, എന്റെ ജീവിതം തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു യാഗമാണ്. ആ യാഗത്തിൽ പാനീയമായി ഒഴിക്കാൻ എന്റെ പക്കൽ അക്ഷരികമായി ഒന്നുമില്ല. ഞാൻ എന്റെ രക്തം ഒഴിക്കുകയാണ്. ഒരു ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർത്തു. പക്ഷേ എങ്കിലും ആ ഗ്ലാസ് ഒന്ന് ചരിച്ച് തിരിച്ചു പിടിച്ചാൽ അവിടെ ഒട്ടി നിൽക്കുന്ന ആ ബാഷ്പങ്ങൾ, ജലകണികകൾ ഒത്തുചേർന്ന് ഒരു തുള്ളിയായി താഴേക്ക് വീഴും. പൗലോസിന് പറയാനുള്ളത്, എന്റെ ജീവിതം എന്റെ ദൈവത്തിന് മുമ്പാകെ ഒരു രക്തസാക്ഷിയെ പോലെ രക്തം വീണു. ഇന്ന് ഞാൻ ജീവിതത്തിന്റെ അന്ത്യത്തോടടുത്തിരിക്കുക. അവസാന തുള്ളി രക്തം വരെയും നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. രണ്ടാമത്തെ യാഗം ജാതികൾ എന്ന യാഗം. റോമാലേഖനം 15:15 എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ജാതികൾ എന്ന വഴിപാട് യാഗം ദൈവത്തിന് അർപ്പിക്കുകയാണ് ഞാൻ. എങ്ങനെ? ഒരു പുരോഹിതനെ പോലെ. ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം. പുരോഹിതന്മാർ പഴയ കാലത്ത് മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ 5 വിധ യാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു. അതുകൂടാതെ വേറെ കുറെ കാര്യപരിപാടികളും അവർക്കുണ്ടായിരുന്നു. നീരാജനം ചെയ്യുക എന്നുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, പുരോഹിതന്മാർ കാളകളെയോ കോലാറ്റുകൊറ്റനെയോ ആദ്യഫലക്കറ്റയോ ഒക്കെയാണ് അർപ്പിക്കുമായിരുന്നത്. എന്നാൽ ഇന്ന് ഞാന് ദൈവത്തിന്റെ വിശുദ്ധ പുരോഹിതനാണ്. ഞാൻ അർപ്പിക്കുന്നത് അക്ഷരീകമായ യാഗമല്ല, ജാതികളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സുവിശേഷം പറഞ്ഞു കൊണ്ടുവരുന്നത് ഒരു യാഗമാണ്. നന്മ സുവിശേഷീകരിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരമാവും. നമ്മുടെ സ്വരം ഒരുപക്ഷെ അത്ര ആകർഷകമായില്ല, നമ്മുടെ വ്യക്തിത്വം ആളുകളെ സ്വാധീനിക്കാൻ പോകുന്നതാവില്ല, പോരായ്മകളുള്ളതായിരിക്കാം. പക്ഷേ സുവിശേഷവുമായിട്ട് നടക്കുന്ന നിന്റെ മുഖത്തിനല്ല, നിന്റെ കാലിന് ദൈവം അംഗീകാരം നൽകുകയാണ്. നന്മ സുവിശേഷീകരിക്കുന്നവരുടെ കാലുകൾ പർവ്വതങ്ങളിൽ എത്ര മനോഹരമാകുന്നു. ഇനി പുതിയ നിയമത്തിൽ പറയുന്ന മൂന്നാമത്തെ യാഗം എബ്രായ ലേഖനം 13:15-16 അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഈ സ്തോത്രം ഇത്ര എണ്ണേ പറയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടൊന്നുമില്ല. കൊലോസ്യ ലേഖനം 2:7 അവനിൽ വേരൂന്നിയും വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. 69 സങ്കീർത്തനം 30-31 അത്യുന്നതിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത് കൊമ്പും കുളമ്പുമുള്ള മുരിയേക്കാൾ ദൈവത്തിന് പ്രസാദകരമാണ്. ഹോശേയ പ്രവചനം 14 നമ്മൾ വായിക്കുന്നു 2 വാക്യത്തിൽ, ആമേൻ, നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ആദരാർപ്പണങ്ങളായ കാളകളെ അർപ്പിക്കും. ആദരാർപ്പണമായ കാളകൾ, കാളയേക്കാൾ വിലയുള്ള ഒരു വലിയ കാര്യമാണ് അത്യുന്നതന് സ്തോത്രയാഗം അർപ്പിക്കുക. അത് കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ ദൈവത്തിന് പ്രസാദകരമാണ്. പുതിയ നിയമം പറയുന്ന 4ാമത്തെ യാഗം, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. പുതിയ നിയമം പറയുന്ന 5ാമത്തെ യാഗം ശരീര സമർപ്പണം എന്ന യാഗമാണ്. റോമാലേഖനം 12-1-2 സഹോദരന്മാരെ,
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. സുപരിചിതമായ വാക്യമാണത്. മലയാളത്തിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിക്കോളൂ, therefore my dear brothers എന്ന് പറഞ്ഞുകൊണ്ടാണ്. therefore അതുകൊണ്ട്, ആകയാൽ. ആകയാൽ എന്ന പദം റോമാലേഖനത്തിൽ പിന്നെയും പലയിടത്ത് വായിക്കുന്നുണ്ട്. 6:1 ആകയാൽ നാം പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. 8:1 ആകയാൽ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 12:1 ആകയാൽ സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് പൗലോസ് ഇവിടെ പറയുമ്പോൾ, റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ ചില സമർപ്പണങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. 6:13 വാക്യം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ യാഗങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്, നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. വാക്യം 16, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. വാക്യം 19, നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അധർമ്മത്തിനായും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. റോമാലേഖനം 12:1-2 വാക്യങ്ങളിൽ 2 ക്രിയാപദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1-ാം വാക്യത്തിൽ ശരീരത്തെ യാഗമായി സമർപ്പിപ്പീൻ. 2 മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇത് സംഭവിക്കാൻ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം അർപ്പിച്ചെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. ബൈബിളിലെ ആദ്യത്തെ ഒരു യാഗം ഒന്ന് ശ്രദ്ധിക്കണം. ഹാബേൽ വിശ്വാസത്താൽ കായിന്റേതിലും ഉത്തമമായ യാഗം അർപ്പിച്ചു. എന്താണ് അവന്റെ യാഗത്തെ ഉത്തമമാക്കി മാറ്റിയ ഘടകം? ഇവിടെ പൗലോസ് പറയുന്ന ആ 3 കാര്യങ്ങളും അവന്റെ യാഗത്തിൽ ഉണ്ടായിരുന്നു. ജീവൻ ഉണ്ടായിരുന്നു, വിശുദ്ധി ഉണ്ടായിരുന്നു, ദൈവത്തിന് പ്രസാദമുണ്ടായിരുന്നു. കായിൻ കൃഷിക്കാരനായിരുന്നു. അവന് കാർഷികോൽപ്പന്നം മാത്രമേ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളായിരുന്നു. ഒരു വെച്ചുമാറ്റത്തിനൊന്നും പുള്ളി തയ്യാറല്ല. യാഗം ജീവനുള്ള മൃഗം വേണമെന്ന് ഇവന്റെ അപ്പന്റെ കാലത്ത് തമ്പുരാൻ തന്നെ പഠിപ്പിച്ചതാ. അപ്പൊ ഒരു മൃഗം അറുക്കപ്പെടണമെങ്കിൽ, മൃഗത്തിന്റെ തോലെടുക്കണമെങ്കിൽ അത് കൊല്ലപ്പെടണ്ടേ? ഉൽപ്പത്തി 3:21 ഒരു മൃഗത്തിന്റെ തോല് വെച്ച് ദൈവം അവർക്ക് വസ്ത്രമുണ്ടാക്കി കൊടുത്തു. വെളിപ്പാട് 13:8 ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാട്. അപ്പൊ ഒരു ആടിനെയാണ് അറക്കുന്നതെന്ന് ആദത്തിന്റെ കാലത്ത് തമ്പുരാൻ പഠിപ്പിച്ചിരുന്നത്. ഹാബേലിന്റെ യാഗത്തിന് ആടായിരുന്നു, അതിന് ജീവൻ ഉണ്ടായിരുന്നു. ജീവനും വിശുദ്ധി. എന്താ അതിന്റെ വിശുദ്ധി? ഉൽപ്പത്തി പുസ്തകം 4:4 വാക്യം, ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. രണ്ടാമത്തെ അതിന്റെ യോഗ്യത, കടിഞ്ഞൂലിൽ നിന്നാണ് ഒരു മൃഗത്തെ കൊണ്ടുവന്നത്. എന്താ അതിന്റെ പ്രത്യേകത? കടിഞ്ഞൂലൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധമാണ്. പുറപ്പാട് പുസ്തകം 13:2, 12, 15 വാക്യം, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗത്തിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെയൊക്കെയും എനിക്ക് ശുദ്ധീകരിക്ക, അതെനിക്കുള്ളത് ആകുന്നു. 12-ാമത്തെ വാക്യം, അത് നിനക്ക് തരുമ്പോൾ കടിഞ്ഞൂലിനെയൊക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പിറവിയൊക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം. വാക്യം 15, ഫറവോൻ കഠിനപ്പെട്ട് ഞങ്ങളെ വിട്ടയക്കാതിരുന്നപ്പോൾ യഹോവ മിസ്രയീം ദേശത്ത് മനുഷ്യന്റെ കടിഞ്ഞൂൽ മുതൽ മൃഗത്തിന്റെ കടിഞ്ഞൂൽ വരെയുള്ള കടിഞ്ഞൂൽ പിറവിയൊക്കെയും കൊന്നുകളഞ്ഞു. അതുകൊണ്ട് കടിഞ്ഞൂലായ ആണിനെയൊക്കെയും ഞാൻ യഹോവയ്ക്ക് യാഗമർപ്പിക്കും. കടിഞ്ഞൂലൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധമാണ്. ഹാബേൽ ആട്ടിൻ തൊഴുത്തിലേക്ക് ചെന്നു. ഒത്തിരി ആടുകളുണ്ട്. ഹാബേൽ ആട്ടിടയനായിരുന്നു. അതുകൊണ്ട് 1-2 ആടല്ല, ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഈ ആടുകളെയൊക്കെ തീറ്റാൻ ഒരുപക്ഷെ ഇടയന്മാരുണ്ടായിരുന്നിരിക്കാം. അപ്പൊ കടിഞ്ഞൂൽ കുട്ടികളെ ഇട്ടിരിക്കുന്ന കൂട്ടത്തിലേക്ക് ചെന്നു. അതിൽ നിന്ന് ഒരാടിനെ അവൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. കടിഞ്ഞൂലൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധം. ആടിന് ജീവനുണ്ട്. 2 വിശുദ്ധമായതിന്റെ കാരണം കടിഞ്ഞൂലൊക്കെയുമാണ് യഹോവയ്ക്ക് വിശുദ്ധം. 3 ദൈവത്തിന് പ്രസാദമുള്ള യാഗം. അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? പഴയ കാലത്ത് ഈ യാഗങ്ങൾ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുമ്പോ തമ്പുരാൻ ഇറച്ചിയും വേണ്ട, ചോരയും വേണ്ട. പിന്നെ ഈ ഇറച്ചിയുടെ പുറത്തുള്ള മേധസ്, ഫാറ്റ്,
അതാണ് ആ തീക്കുണ്ടത്തിൽ വെച്ച് ദഹിക്കുമായിരുന്നു. അതിന് മീതെ കുന്തിരിക്ക കൂടെ ഇടുന്നത് കൊണ്ട് ഒരു സൗരഭ്യവാസനയായി ദൈവം മണക്കുമായിരുന്നു. മേധസ് ദഹിക്കണമെന്നുള്ളത് യാഗത്തിന്റെ പ്രത്യേക വ്യവസ്ഥയായിരുന്നു. ലേവ്യ പുസ്തകം 3:16. പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് സൗരഭ്യവാസനയായ ദഹനയാഗ ഭോജനം. മേധസ്സൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. ഒരു യാഗവസ്തുവിലെ ആ ഫാറ്റ്നസ്, അതാണ് ദൈവത്തിന് പ്രസാദമായിരുന്നത്. ഹാബേൽ യാഗപീഠത്തിൽ സമയം ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം അവൻ ആട്ടിൻകുട്ടിൽ സമയം ചെലവഴിച്ചിരിക്കാം. ആ വാക്യം നിങ്ങൾ നോക്കിക്കേ. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, 3-ാം പദം, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു യാഗം കൊണ്ടു. 2 ക്രിയാപദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, ശരീരത്തെ യാഗമായി സമർപ്പിപ്പീൻ. മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവീൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ശരീരത്തിന് കേവലം സമർപ്പണം മതി. പക്ഷെ ആത്മാവിന്, മാനസിക തലത്തിന് സമർപ്പണം മാത്രം പോരാ, രൂപാന്തരവും കൂടി നടക്കണം. മനസ്സിലാക്കാൻ ഒരു യാഗം തന്നെ നിങ്ങൾ നോക്കൂ. ഒരു മനുഷ്യനെ വീട്ടിലെ വേലക്കാരനോട് പറഞ്ഞു തരിക്കട്ടെ, എടാ നാളെ രാവിലെ കന്നാലി അഴിച്ചോണ്ട് പോകുമ്പോ ആ 1 വയസ്സ് പ്രായമുള്ള ചുവന്ന പശുക്കിടാവിനെ അവിടെ കെട്ടിയിട്ടേര്, ഞാൻ അതിനെ യാഗമാകാൻ വേണ്ടി മനസ്സുകൊണ്ട് സമർപ്പിച്ചതാ. അപ്പൊ ബാക്കി കന്നാലിയെല്ലാം അഴിച്ചോണ്ട് പോയി അതിനെ അവിടെ കെട്ടിയിട്ടേക്കാം. അപ്പൊ ആ ഒരൊറ്റ കാളക്കിടാവിനെ മാത്രമേ അവിടെ കെട്ടിയിട്ടുള്ളൂ. അവനെന്താ പറഞ്ഞു, ഞാൻ അതിനെ യാഗമാകാൻ സമർപ്പിച്ചതാ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ വന്ന് ഇതിനെ അഴിച്ച് തോട്ടിലോ കിണറ്റുകരയിലോ കൊണ്ടുപോയി വെള്ളം കോരി ഒഴിച്ച് നല്ലതുപോലെ ഈ ചാണകമൊക്കെ ചിരണ്ടിക്കളഞ്ഞ് വൃത്തിയാക്കി ഒരു പുത്തൻ കയറിട്ട് മാറ്റിക്കെട്ടി യാഗമാകാൻ സമർപ്പിച്ചു. പിന്നെ താൻ പോയി കുളിച്ച് വൃത്തിയായിട്ട് വന്ന് ഈ കയറുമഴിച്ച് ആലയത്തിലേക്ക് ചെന്നു. കാളയെ കയറിനോടൊപ്പം പുരോഹിതന്റെ കയ്യിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം പ്രാകാരം എന്ന തിരുമുറ്റത്ത് യാഗപീഠത്തിന്റെ കൊമ്പുകൾ കരിയൊക്കെ കൊണ്ടുപോയി കെട്ടിയിട്ടു, യാഗമാകാൻ സമർപ്പിച്ചു. സമർപ്പണം പലവട്ടം നടന്നെങ്കിലും രൂപാന്തരം നടന്നിട്ടില്ലാത്ത ഈ കാള അവിടെ നിന്ന് മുക്രാക കേൾപ്പിക്കുക, പാവങ്ങളൊക്കെ കണ്ണുരുട്ടി കാണിക്കുക, കൊമ്പ് കാട്ടി പേടിപ്പിക്കുക. എന്താ കാര്യം? സമർപ്പണമേ നടന്നിട്ടുള്ളൂ. പലവട്ടം നടന്നു, രൂപാന്തരം നടന്നിട്ടില്ല. അല്പം കഴിയുമ്പോൾ പുരോഹിതൻ കത്തിയുമായി വന്ന് ഇതിന്റെ കഴുത്ത് കണ്ടിക്കും, ഇതിന്റെ തോല് ഉരിഞ്ഞു മാറ്റും, വയറ് കീറും, അകത്തുള്ള ചാണകപ്പണ്ടവും സകല അശുദ്ധിയും എടുത്ത് പുറത്തേക്ക് കളയും. രൂപാന്തരം. പിന്നീട് ഇതിനെ കഷ്ണം കഷ്ണമായി മുറിച്ചെടുത്ത് ശുദ്ധ വെള്ളത്തിൽ കഴുകും. രൂപാന്തരം. എന്നിട്ട് ആ വെള്ളമൊക്കെ വാർന്നു പോയതിനു ശേഷം തീക്കുണ്ടത്തിന് മീതെ എടുത്തു വെക്കും. അതവിടെ ഇരുന്ന് ഹോമയാഗമായി തീരും, ദഹനയാഗമായി തീരും. പ്രൈസ് ദി ലോർഡ്. രൂപാന്തരം സംഭവിക്കുക. ഈ രൂപാന്തരത്തിന്റെ പ്രക്രിയ തുടരുന്നതിനിടയിൽ യാഗപീഠത്തിനകത്ത് ഒതുങ്ങിയിരിക്കാൻ പറ്റാതെ ചിലതൊക്കെ ഉരുണ്ട് പരണ്ട് താഴെ വീഴും. താഴെ വീഴുമ്പോ പോയത് പോട്ടെന്ന് വെക്കത്തില്ല, മുപ്പല്ലിയുമായി അതിനെ കുത്തിപ്പൊക്കിയെടുത്ത് പിന്നെയും യാഗപീഠത്തിന് മീതെ വയ്ക്കും. അതോടെ കത്തി ചാരമായി തീരും. രൂപാന്തരം. പ്രാർത്ഥനയ്ക്ക് വരുമ്പോ തൊട്ട് ഏത് യോഗത്തിന് വരുമ്പോഴും ദൈവദാസന്മാർ പറയും, എല്ലാവരും നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. സമർപ്പണമൊക്കെ നടക്കുന്നുള്ളൂ. സ്വതന്ത്രം. അതിനൊരു പക്ഷെ കണ്ണടച്ചാൽ മതി, തല കുനിച്ചാൽ മതി. ഫ്രീസലോ. പക്ഷെ രൂപാന്തരത്തിന് ഈ പുറമേയുള്ള പ്രഹസനം കൊണ്ട് പറ്റില്ല, അത് അകത്ത് നടക്കേണ്ടതാണ്. ആന്തരികമായ രൂപാന്തരം. പദം നോക്കിക്കേ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തി. പരിശുദ്ധനാരാധന സർവ ഉന്നതന് ആരാധന, വിശുദ്ധിയിലാരാധന അങ്ങേക്ക് കീഴുന്നേ. പരിശുദ്ധനാരാധന, പരിശുദ്ധനാരാധന സർവ ഉന്നതന്, സർവ ഉന്നതന് ആരാധന, വിശുദ്ധിയിൽ വിശുദ്ധിയിലാരാധന അങ്ങേക്ക് കീഴുന്നേ.
ഇരിക്കുന്നവൻ രാജാതിരാജനായി വരുന്നവൻ ദൈവവലഭാഗെയും ഇരിക്കുന്നവൻ രാജാതിരാജനായി വരുന്നവൻ സർവഭൂമിയുമാർക്കും അത്യുച്ചത്തിൽ കുഞ്ഞാടിനാരാധന സർവഭൂമിയുമാർക്കും അത്യുച്ചത്തിൽ കുഞ്ഞാടിനാരാധന കരങ്ങളെ ഉയർത്തി പരിശുദ്ധനേ പരിശുദ്ധനാരാധന സർവ ഉന്നതന ആരാധന വിശുദ്ധിയിൽ ആരാധന